ഇപ്പോൾ എത്ര വയസ്സായി? 80 വയസ്സായി. അപ്പം ഇപ്പോ സന്യാസ ജീവിതം ആരംഭിച്ചിട്ട് 43 വർഷം. അതെ. വ്രതം ചെയ്തിട്ട്. വിമോചന സമരത്തിന്റെ ഒരു കാലമായിരുന്നല്ലോ അത്. വിമോചന സമരത്തിന് അതിനകത്ത് വല്ലതും പങ്കെടുത്തിട്ടുണ്ടോ എങ്ങനെയെങ്കിലും? അതുകൊണ്ട് വിമോചന സമര കാലത്ത് പങ്കെടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു 5 പേര് ആദ്യമായിട്ട് ഇങ്ങനെ സമരം ചെയ്യാൻ പോയി. അവരെ അറസ്റ്റ് ചെയ്തു. ഒരാഴ്ചത്തേക്ക് ജയിലിലിട്ടു. ഉടനെ ഞങ്ങൾ പറഞ്ഞു അവര് വന്നു കഴിഞ്ഞാൽ ഇനി നമുക്ക് പോകണമെന്ന് പറഞ്ഞു. ഞങ്ങളൊരു 5 പിള്ളേര് പറഞ്ഞു. പിള്ളേരാ അന്ന് ചെറുതായിരിക്കുമ്പോഴാ. അങ്ങനെ അന്ന് അച്ഛനെന്തോ പ്രായം ഉണ്ടെന്ന്? പ്രായം ശരിക്കാൻ ഓർക്കുന്നില്ല. മുണ്ടശ്ശേരി വിദ്യാഭ്യാസ സമരം നടത്തിയ അവസരത്തിലാണ്. അപ്പോഴേ അവിടുന്ന് ഞങ്ങള് പോയി. ഇല്ല, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴേ പിന്നെ ചിലര് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു പയ്യന്റെ അപ്പൻ വരുന്നുണ്ടപ്പോ പറഞ്ഞു, നോക്കിയേ നരപ്പൻ വരുന്നത് കണ്ടോ എന്ന് പറയുക. നരപ്പൻ എന്ന് പറഞ്ഞാൽ വിളിച്ചിട്ട് നമ്മളെ ഇവിടെ ജയിലിൽ ഇടരുതെന്ന് പറഞ്ഞു കൊണ്ടുപോകാനാ വരുന്നത്, നമുക്കങ്ങനെ പോകരുത്, ജയിലിൽ തന്നെ പോകണം എന്നൊക്കെ അയാൾ പറഞ്ഞേക്കല്ലേ ഇരുന്നു. അവിടെ കൊണ്ടുപോകാൻ വന്നിട്ട് പറയാ പിന്നെ പോലീസുകാരോട് ഒത്താശ പറയണമെന്ന് വിചാരിച്ചാ വന്നത്. അതെ, ഒത്താശ പറഞ്ഞ് എങ്ങനെയെങ്കിലും ജയിലിലാക്കാതെ വിടണമെന്ന് പറയാന്. അവിടെ ഞാൻ പിന്നെ പോയ ഉപ്പെന്ന് പറഞ്ഞു. അപ്പം കുറച്ച് പോലീസുകാർ എന്നോട് പറഞ്ഞു, പിന്നെ നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ കൂടെ ഇങ്ങോട്ട് പ്രോത്സാഹിപ്പിച്ച് വിടാമല്ലോ, നിങ്ങൾ ഇതിനകത്തായി പോയാൽ അതെങ്ങനെയാ വെക്കുന്നത്, അതുകൊണ്ട് നിങ്ങളെ ഇപ്പൊ അത് വിട്ടാൽ നല്ലതല്ലേ. ഞാൻ പറഞ്ഞില്ല, അത് വെക്കത്തില്ല, ഞങ്ങള് അതായത് ഇതിയൊക്കെ കൊടുക്കുന്ന ഈ ജയിലിലെ ചോറിനും ഞങ്ങളുടെ പങ്കും കൂടെ ഉണ്ട്, അതുകൊണ്ട് ഞങ്ങളുടെ ചോറാ, അതുകൊണ്ട് കഴിച്ചേ പോകുള്ളതൊക്കെ പറഞ്ഞു. പിന്നീട് ഞങ്ങളെ അങ്ങ് വീടുകഴിഞ്ഞു. മറ്റു പരിപാടികളൊക്കെ ഇപ്പം എല്ലാ ദിവസവും രോഗികളെ കാണാനൊക്കെ ആയിട്ട് രോഗികളെ മിക്കവാറും കാണാൻ പോകാറുണ്ട്. അവര് നമ്മളെ അങ്ങനെ നമ്മുടെ വരവ് പ്രതീക്ഷിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവിടെ അവരോട് നമുക്ക് എന്തോ അവർക്ക് ചെയ്യാവുന്നത് ഇപ്പം ഈ പ്രായം വെച്ചുകൊണ്ട്? അവര് പ്രതീക്ഷിക്കുന്നുണ്ട്. ചിലപ്പം വളരെ പ്രായമായിട്ടിരിക്കുന്ന രോഗികൾ പറയും, ഇതിനെ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചു, ഞങ്ങള് ഇന്നലെ ഓർത്തു ഇന്നും ഓർത്തു എന്നൊക്കെ പറയും. ചിലർക്കൊക്കെ ഇത്രയും പ്രായമായി ഇങ്ങനെ രോഗമായിട്ട് കിടക്കുക, എന്തിനാ ഇങ്ങനെ കിടക്കുന്നത് എന്നുള്ളൊരു നിരാശയും അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടായിരിക്കും. അവരോടൊക്കെ നമ്മൾ എങ്ങനെ അവരെ ഒരു സന്തോഷം കൊടുക്കുന്നത്? അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അത്ഭുതകരമായിട്ട് ഇവർക്ക് രോഗശാന്തി തരണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നു.